നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാർഷിക സമൃദ്ധിയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും നാടായ സഹ്യപർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന ആലത്തൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ആലത്തൂർ പോലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ മികച്ച ഗതാഗത സൗകര്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കാനും ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരള സർക്കാർ കിഫ്ബിയുടെ സഹായത്തോടെ ഇവിടെ നടപ്പിലാക്കിയത്. ഗതാഗത രംഗത്തെ മുന്നേറ്റത്തോടൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ ഭൗതിക പശ്ചാത്തല രംഗത്ത് ഏറ്റവും അഭിമാനകരമായ മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രതിഫലനവും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സന്തോഷകരമായ ഒരനുഭവം. ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയിരുന്ന പല പ്രൊജക്റ്റുകളും സാധ്യമാക്കിയത് കിഫ്ബിയുടെ നിർലോഭമായ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആധുനിക സൗകര്യങ്ങളോടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കിഫ്ബി രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് കോടി രൂപയുടെ പ്രവർത്തനമാണ് നടന്നു വന്നത്. കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി, കോഴമന്നം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 7 കോടി, എരുമിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000. ഇങ്ങനെ തുടങ്ങിയ ബൃഹത് പദ്ധതികൾ മാത്രമല്ല, മറ്റെല്ലാ ഗവൺമെൻറ് അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില ഹൈസ്കൂളുകൾക്കും 1 കോടിയുടെ പദ്ധതി കൂടി കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. അതുപോലെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണാടി പന്നിക്കോട് റോഡ് ഏതാണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആലത്തൂരിലെ പറക്കുന്നം പാലം അത് 15 കോടിയാണ് കിഫ്ബി പ്രഥമഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് കിഫ്ബിയുടെ നേരിട്ടുള്ള ഈ ഫണ്ടിങ് മാത്രമല്ല, കിഫ്ബിയുടെ ഫണ്ടിങ് ഇത്തരം മേഖലകളിൽ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ബജറ്റ് വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടി കിഫ്ബിയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറയാൻ വേണ്ടി കഴിയും.
ഇപ്പോൾ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ മറ്റു പല പ്രൊജക്റ്റുകളും, ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ആലത്തൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. 9 കളിസ്ഥലങ്ങളാണ്, പൊതു കളിസ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 എണ്ണമാണ്, 4 എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമായത് കിഫ്ബിയുടെ ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് മറ്റിതര ബജറ്റ് പിന്തുണ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അക്വാട്ടിക് അക്കാഡമി ഈ ആലത്തൂരിലെ ആസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഇതിനെല്ലാം ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ കഴിഞ്ഞത് മറുവശത്ത് കിഫ്ബി ഗവൺമെൻറ്റിൻ്റെ മറ്റിതര പ്രവർത്തനങ്ങൾ, പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു എന്നതുകൊണ്ടാണ്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ ദുരിതവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ 15 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കിഫ്ബിയുടെ പിന്തുണ കൊണ്ടുകൂടിയാണ്. മറ്റ് സംസ്ഥാനത്തും മാതൃകയായി ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ചുവടുവയ്പ്പാണ്. ഇതിലേക്ക് കേരളത്തെ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയാണ് എന്നതുകൊണ്ടാണ് ഇത്തരം കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഫണ്ടിംഗ് പ്രവർത്തനം കിഫ്ബിയിലൂടെ നടപ്പാക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ നടപ്പാക്കപ്പെടാൻ പോകുന്നത് ഈ പാലക്കാടാണ്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപത്തായി കിടക്കുന്ന കണ്ണമ്പ്രയിൽ വ്യവസായ പാർക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറെക്കാലം നമുക്ക് തുടരാൻ കഴിയേണ്ടതുണ്ട്. ഈ പ്രൗഢിയോടുകൂടി കിഫ്ബി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്, അതിന് ശ്രമിക്കേണ്ടതുണ്ട്, അതിൻ്റെ പിന്തുണ ഈ സമൂഹം ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിഫ്ബിയുടെ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ടുപോക്കും ഈ കേരളത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുപോക്കിനും അനിവാര്യമാണ് എന്നുകൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയത കൊണ്ടും കാർഷിക പാരമ്പര്യം കൊണ്ടും അനുഗ്രഹീതമായ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലൂടെയാണ്. കോഴിക്കോട് നഗരത്തെ വയനാടൻ ചുരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകൾ കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ മണ്ഡലം ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത്, പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മലയോര മണ്ണിലേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബി വഴി ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തിന് തന്നെ അഭിമാന പദ്ധതികളായ മലയോര ഹൈവേയും വയനാട്ടിലേക്കുള്ള ബദൽ തുരങ്കപാതയും യാഥാർത്ഥ്യമാകുമ്പോൾ അത് തിരുവമ്പാടിയുടെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ വികസന ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് കേരള സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് നടപ്പിലാക്കിയത്. ബൃഹത് പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ തിരുവമ്പാടി സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ ശാക്തീകരിക്കപ്പെടും. മികച്ച യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, ടൂറിസം രംഗത്തെ ഉണർവ് ഇവയെല്ലാം ഈ നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. നമസ്കാരം, ഞാൻ തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ 3000 കോടി രൂപയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റോഡ് പ്രവൃത്തികൾ മാത്രം 516 കോടി രൂപയുടേതാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം റോഡ് പ്രവൃത്തികൾ ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലുള്ള വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി സഹായകരമാവുന്നത്. $248 കോടി രൂപ മുടക്കിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായ വലിയ ഒരു ഭാഗം 44 കിലോമീറ്റർ ദൂരം മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിൽ 248 കോടി രൂപ മുടക്കിയാണ് സർക്കാർ നിർമ്മിക്കുന്നത്. അതിൽ 34 കിലോമീറ്റർ ദൂരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ
കോടഞ്ചേരി മുതൽ കക്കാടംപൊലി വരെയുള്ള മലയോര ഹൈവേയുടെ ഒപ്പം തന്നെ കൈതപ്പോയിൽ നിന്ന് അഗസ്ത്യമൊഴി വരെയുള്ള ദൂരം ഏകദേശം 21 കിലോമീറ്റർ ദൂരം 98 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് നവീകരിക്കുന്നത്. തിരുവമ്പാടിയിൽ നിന്ന് മറിപ്പുഴയിലേക്കുള്ള 17 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് ഗവൺമെൻറ് ചെലവാക്കുന്ന തുക 108 കോടി രൂപയാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് ഏകദേശം 8 കിലോമീറ്ററോളം വരുന്ന റോഡിന് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ ചെലവഴിക്കുന്നത് 36 കോടി രൂപയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ റീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ കൂമ്പാറ അകമ്പുഴ കക്കാടംപൊയിൽ റോഡിന് 26 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിവാരം കേളൻമൂല പദ്ധതി കിഫ്ബി പദ്ധതിയുടെ പരിഗണനയിലുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെ വലിയ വികസന പ്രവർത്തനം 516 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തീകരിച്ചതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ റോഡ് പ്രവൃത്തിയിൽ മാത്രമുണ്ട്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമാണ് ഉന്നത നിലവാരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡ് എന്ന നിലയിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് മാറിയത്. പൂർണ്ണമായും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി ആ ഗുണഭോക്താക്കളെയെല്ലാം ചേർത്ത് വികസന പ്രവർത്തനം നടത്തുന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തുക അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലുള്ളത്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി രൂപയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപയാണ് അനുവദിച്ചത്. 3,90,00,000 രൂപ മുടക്കിയാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതോടൊപ്പം മണാശ്ശേരിയും തോട്ടുമുക്കത്തും കൈതപ്പോയിലുമെല്ലാം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുകയാണ്. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കോളേജിന് 11 കോടിയുടെ വികസന പ്രവർത്തനം നടത്താനാണ് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും അതിൻ്റെ SPV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത് DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് മാമ്പറ്റ സ്റ്റേഡിയം നവീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.7 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. ഇങ്ങനെ കിഫ്ബി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൻ്റെ മുഖം മാറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചത് 2,148 കോടി രൂപയാണ്. 2,148 കോടി രൂപ അനുവദിച്ച കിഫ്ബി പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ SPV ആയ പദ്ധതി ആവശ്യമായ സ്ഥലമെടുപ്പെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കിഫ്ബി കേരളത്തിൻ്റെ ഒരു നട്ടലായി മാറുന്നത് അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയുടെ വികസനത്തിൻ്റെ നട്ടലായി മാറുന്ന ഒരു കാഴ്ച ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതിയെ ജനകീയമാക്കുന്നതിന് വികസന പ്രവർത്തനങ്ങൾ നീണ്ടുപോവാതെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് കിഫ്ബിനെ ത്വരിതപ്പെടുന്നതിന് ഏറ്റവും മാതൃകാപരമായി താല്പര്യമെടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനും കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ഡോക്ടർ TM തോമസ് ഐസക്കിനെയും എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു.
വികസന തുടർച്ചയുടെ അടുത്ത യാത്ര മലപ്പുറം ജില്ലയിലെ ചരിത്രവും പൈതൃകവും ഇഴചേർന്ന വികസന സാധ്യതകളേറെയുള്ള കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലൂടെയാണ്. കൊണ്ടോട്ടി താലൂക്ക് ഉൾപ്പെടുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും വാഴയൂർ, വാഴക്കാട്, പുളിക്കൽ, ചെറുകാവ്, ചീക്കോട്, മുതുവല്ലൂർ എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. ഈ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, ശുദ്ധജല മേഖലകളിലടക്കം വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാന സർക്കാരും കിഫ്ബി പോലുള്ള ഏജൻസികളും ചേർന്ന് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്. ഒരു നാടിന്റെ നല്ല ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. ഈ തിരിച്ചറിവോടെയാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കിയ സ്കൂൾ നവീകരണ പദ്ധതികൾ കൊണ്ടോട്ടി മണ്ഡലത്തിനും വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ കൊണ്ടോട്ടിയിലെ വിദ്യാലയങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, താലൂക്ക് ആശുപത്രിയുടെ നവീകരണം, പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള ഐസൊലേഷൻ വാർഡുകൾ, യാത്രാക്ലേശം പരിഹരിക്കാൻ 100 കണക്കിന് കോടിയുടെ റോഡ് വികസന പദ്ധതികൾ, ദാഹജലം ഉറപ്പാക്കാൻ ബൃഹത്തായ കുടിവെള്ള പദ്ധതി, യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യത നൽകുന്ന നൈപുണ്യ വികസന പരിപാടികൾ, ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ ചലനങ്ങൾ ദൃശ്യമാക്കിയ 10 വർഷമാണ് കടന്നുപോയത്. കിഫ്ബി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. വളരെ വൈകി വരേണ്ട വികസനം നേരത്തെ എത്തിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റാണ്, മേന്മയാണ്. അതേസമയം തന്നെ ഇത് കേരളത്തെ കടക്കണിയിലെത്തിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ഡീമെറിറ്റുമാണ്. ബേസിക്കലായിട്ടുള്ള വിഷയം അതാണ്. അതുമൂലം കിഫ്ബി കേരളത്തിൽ നിന്ന് നടപ്പിലാക്കിയപ്പോൾ, പ്രത്യേകിച്ച് 2016 ശേഷമാണ് ഈ ആശയം അതിശക്തമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന വന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതിൽ റോഡ് പ്രോജക്റ്റുകൾ 3 റോഡ് പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു 45 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ വന്നു, 108 കോടി രൂപയുടെ. ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിൻ്റെ പ്രോജക്റ്റാണ്. അത് 104 കോടി രൂപയാണ്. 122 കോടി രൂപയായിരുന്നു പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഹൈടെക് സ്കൂൾ 5 കോടി രൂപ, 6,000 കുട്ടികളിലധികം പഠിക്കുന്ന സ്കൂളുകൾ 3 കോടി രൂപ, പിന്നീട് അത് GSTയും ചേർത്ത് വന്നപ്പോൾ പല സ്കൂളുകൾക്കും 4 കോടി രൂപയോളം കിട്ടി. അതോടൊപ്പം തന്നെ 1 കോടി രൂപയുടെ 5 സ്കൂളുകളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്. കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. കിഫ്ബിയുടെ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ ഒരു 96 കോടി രൂപയുടെ DPR സമർപ്പിച്ചിരുന്നു. പക്ഷേ സ്ഥലത്തിൻ്റെ അക്വിസിഷൻ മറ്റുമായി നടപടിക്രമങ്ങളായിട്ട് അത് മുന്നോട്ട് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു പുളിക്കൽ ചെവിട്ടാണിക്കുന്ന് വെട്ടുകാട് മുണ്ടുമുഴി റോഡ്. ഈ റോഡിൻ്റെ വീതിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ കിഫ്ബിയിൽ നടക്കാതെ പോയ പ്രോജക്റ്റുകളുണ്ട്, നടക്കുന്ന പ്രോജക്റ്റുകളുമുണ്ട്. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഒരു ഫീലിംഗ്,
ഞാൻ കിഫ്ബിയെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് നിയമസഭയിൽ ഞങ്ങൾ മറ്റ് MLA-മാരും പറഞ്ഞൊരു കാര്യമാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് കാര്യങ്ങൾ വളരെ സ്പീഡ് ചെയ്യുന്നു. പക്ഷേ കിഫ്ബിയിൽ വന്നിട്ടുള്ള താൽക്കാലികമായൊക്കെ എടുത്തിട്ടുള്ള താൽക്കാലിക ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭാഗത്ത് വലിയ ഡിലേ വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. SBB ഒക്കെ കൊടുത്ത് അവർ വീണ്ടും അത് വെറ്റിങ്ങും എല്ലാം നടത്തിയിട്ട് വീണ്ടും നീണ്ടുപോകുന്ന ഒരു പ്രവണത. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ തുടങ്ങിയ കിഫ്ബിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്കൂൾ കെട്ടിടങ്ങൾ ഏകദേശം പലതും തീർന്നു. പക്ഷേ ഇപ്പോഴും പലതും ഇപ്പോൾ ടെൻഡറിൻ്റെ പ്രോസസ്സ് പോലും പൂർത്തിയാകാതെ നിൽക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി കിഫ്ബി കുടിവെള്ള പദ്ധതിയുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ 108 കോടി രൂപയുടെ, അതിപ്പോഴും പൂർത്തിയാകാതെ കിടക്കുകയാണ്. മാത്രമല്ല അതിൽ അഡീഷണൽ ഫണ്ട് വരും, അഡീഷണൽ ഫണ്ട് ആവശ്യം വരും. ഇത് പ്രായോഗികമായി എത്തിയപ്പോഴാണ് ആവശ്യമില്ലാത്ത വളരെ അത്യാവശ്യമുള്ള സ്ഥലത്ത് കൂടുതൽ ടാങ്ക് വേണ്ടി വന്ന്, അതുപോലെ തന്നെ സമ്പ് വേണ്ടി വന്നു. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കൊണ്ടോട്ടി കുടിവെള്ള പദ്ധതി കിഫ്ബി മുഖേന നടപ്പിലാക്കുമ്പോൾ അതിലെ കേരളത്തിലെ ഏറ്റവും വലിയ SC കോളനിയാണ് NH കോളനി എന്ന് പറയുന്നത്. ആ കോളനിയിലെ എല്ലാ ആളുകൾക്ക് പോലും വെള്ളം കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ, പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന ഡിലേ തുടങ്ങിയ കാര്യങ്ങൾ കിഫ്ബിയുടെ ഏറ്റവും വലിയ പോരായ്മകളായിട്ട് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിലധികം സമയമെടുക്കുന്നു. ഞാൻ എൻ്റെ 2 ടേമിലെ MLA-യുടെ ജോലി പൂർത്തിയാക്കുമ്പോൾ കിഫ്ബിയിൽ പൂർത്തിയാക്കിയ വർക്കുകൾ എത്രയെന്ന് ചോദിച്ചാൽ 50% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.